കേരളത്തിലെ മാധ്യമങ്ങളുടെയൊക്കെ തന്നെ പ്രത്യേകിച്ചും വാർത്താ ചാനലുകളുടെയൊക്കെ തന്നെ ഒരു പിണറായി വിരുദ്ധത ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ നമ്മളോട് വളരെ വിദഗ്ധമായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ആദ്യമേ തന്നെ പറയാനുള്ളത്. ഇതിലേക്ക് നയിച്ചിട്ടുള്ള ചില ഒന്ന് രണ്ട് വാർത്തകൾ ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇത്തവണ മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ആ മോടി പിടിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനൊക്കെ ഞങ്ങൾ വെറും അറ്റകുറ്റപ്പണികൾ മാത്രമേ നടത്തുന്നുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മോടി പിടിപ്പിക്കുന്നില്ല, പകരം അറ്റകുറ്റപ്പണികൾ നടത്തുന്നു എന്ന് മാത്രമാണ് വാർത്തകൾ നമ്മുടെ മനോരമ മുതൽ ഏതാണ്ട് ഏഷ്യാനെറ്റ് മുതൽ എല്ലാ ചാനലുകളും തന്നെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ ലാളിത്യത്തിൻ്റെ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്നറിയണം. ഇപ്പോൾ ക്ലിഫ് ഹൗസ് ഒഴികെ, അതായത് മുഖ്യമന്ത്രിയുടെ വസതി ഒഴികെയുള്ള മറ്റേതാനും ചില മന്ദിരങ്ങൾ, ഞാനിപ്പോൾ അതിൻ്റെ മുഴുവൻ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല, ആ മൊത്തം മന്ദിരങ്ങളുടെയും കണക്കുകളുടെ അറ്റകുറ്റപ്പണി മാത്രം നടക്കുന്നത് 3,95,00,000 രൂപക്കാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഞാൻ പറയാം, 395,00,000 രൂപക്കാണ്. അപ്പോൾ അതിൽ ഓരോ മന്ദിരങ്ങളുടെയും അറ്റകുറ്റപ്പണി നടക്കാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞത് 40 ലക്ഷത്തിന് മുകളിലാണ്, ഏറ്റവും കൂടിയത് 85 ലക്ഷത്തിനും താഴെയാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എങ്ങനെയുള്ള ഒരു അറ്റകുറ്റപ്പണിയായിരിക്കും നടക്കാൻ പോവുക എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിക്കണം. 40 ലക്ഷത്തിനും 85 ലക്ഷത്തിനുമൊക്കെ നമ്മളിവിടെ വേണമെങ്കിൽ തിരക്കേടില്ലാത്ത ഒരു വീടും സ്ഥലവും കൂടി മേടിക്കാൻ പറ്റുന്നൊരു കാര്യത്തിനാണ് ഈ പറയുന്ന അറ്റകുറ്റപ്പണി നടത്താൻ പോകുന്നത്. അത് അറ്റകുറ്റപ്പണിയല്ല, അതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അത് മോഡി കൂട്ടലിൻ്റെ പണി തന്നെയാണ്. പക്ഷെ മോഡി കൂട്ടുക എന്നുള്ളത് പറയണമെങ്കിൽ പിണറായി വിജയൻ ആയിരിക്കണം ഭരിക്കേണ്ടത്. എങ്കിൽ ഉറപ്പായിട്ടും ഇത് മോഡി കൂട്ടുന്ന പണിയാണ് എന്ന് പറഞ്ഞ് മനോരമയൊക്കെ വെണ്ടക്ക നിരത്തിയാനെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത് ഈ പറയുന്ന പോലെ അഭ്യാസമാണ് നമ്മുടെ മാധ്യമങ്ങളുടെയും പത്രങ്ങളുടെയും ഒക്കെ തന്നെ. അപ്പോൾ അതിൽ തന്നെ ഇനി അടുത്ത തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളത്, ഇത് നിങ്ങൾ അറിയേണ്ടത് വെറും മോഡി കൂട്ടലാണ് കേട്ടോ. വെറും ഈ പറയുന്ന പോലെ അറ്റകുറ്റപ്പണിയാണ്. ശരിക്കും പറഞ്ഞാൽ അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ പറയുന്ന പോലെ ഒരു ആണി അടിക്കുക, അതുപോലെ തന്നെ ജസ്റ്റ് ഒരു പെയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് അടിക്കുക. അതിനാണ് ഒരു 40 ലക്ഷം രൂപ മുതൽ 80 ലക്ഷം രൂപ ഓരോ മന്ദിരത്തിന് വെച്ചേക്കുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയാം. ഇത് അറ്റകുറ്റപ്പണിയും മോഡിഫിക്കേഷനും ഒക്കെ നടത്തുന്നതിനൊന്നും ഞാൻ എതിരല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇതൊന്നും അവരുടെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോകാൻ പോണില്ല. ഈ ബിൽഡിങ്ങുകളൊക്കെ തന്നെ വലിയ പഴക്കമുള്ള വലിയ ബംഗ്ലാവുകളൊക്കെ തന്നെയാണ്. ആ ബംഗ്ലാവുകളൊക്കെ യഥാസമയത്ത് കൃത്യമായ മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ക്ലിഫ് ഹൗസിലെ കുളം തന്നെ, ആ നീന്തൽക്കുളം തന്നെ, അവിടെ ഏതാണ്ട് അത് 1 ലക്ഷം 2 ലക്ഷം രൂപ ചിലവ് വരെ അത് പരിപാലിക്കാൻ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ചിലവ് കാണുമ്പോൾ രാവിലെയും വൈകുന്നേരവും പിണറായി വിജയൻ ഒരു പണിയും എടുക്കാതെ ചെന്ന് അതിനകത്ത് നീന്തി തുടിക്കുകയാണ് എന്നുള്ള നിലക്കുള്ള വാർത്തകളാണ് ഇതുവരെ മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് പറയുന്ന യാഥാർത്ഥ്യം മനസ്സിലുണ്ട്, നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഞാനടക്കമുള്ള ആളുകൾ ചില ദൂർത്തുകളൊക്കെ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ചില ചീമക്കൊന്ന വെട്ടാനും അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ കബോർഡ് പിടിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് വലിയ എമൗണ്ടുകൾ ചിലവാക്കിയതിനെ കുറിച്ചുള്ള വാർത്തകൾ ഉണ്ടായപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ അതിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒട്ടും വിഭിന്നമായിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. പണ്ടൊക്കെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി, അതായത് പിണറായി വിജയൻ്റെ വീട്ടിൽ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി കോടികൾ നടത്തുമ്പോൾ 4 ലക്ഷം രൂപയാണ് ഒരു ലൈഫ് മിഷൻ വീടിന് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുള്ള മാധ്യമങ്ങൾക്കൊന്നും ഇപ്പം 3,95,00,000 രൂപ എന്ന് പറഞ്ഞാൽ 4 കോടിയിൽ നിന്ന് ജസ്റ്റ് 5 ലക്ഷം രൂപയുടെ കുറവേ ഉള്ളൂ. 5 ലക്ഷം കുറവുള്ള പരിപാടികൾ നടത്തുമ്പോൾ അവർ പറയുന്നത് ജസ്റ്റ് അത് അറ്റകുറ്റപ്പണിയാണെന്നാണ്. എന്തൊരു തോന്നിവാസമാണ് ഈ വാർത്ത കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളതാണ് എനിക്ക് മാധ്യമങ്ങളോട് ചോദിക്കാനുള്ളത്. ഇനി ഇതിപ്പോൾ മോടി പിടിപ്പിക്കലല്ല, അറ്റകുറ്റപ്പണിയാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് അത് വിടാം. ഇനി അടുത്തൊരു കേസുണ്ട്. അടുത്തതെന്ന് പറയുന്നത് നോർത്ത് ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റ് ഉണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിൽ. ആ നോർത്ത് ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റ് അറിയപ്പെടുന്നത് സമര ഗേറ്റ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ സമര ഗേറ്റ് മിക്കവാറും തന്നെ തുറക്കാറില്ല. സമരങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ അത് തുറക്കില്ല. കാരണം സമരങ്ങൾ 10 മണിക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ 9 മണിക്ക് അത് അടച്ചിടും. 9 മണിക്ക് അത് അടച്ചിട്ടുണ്ടെങ്കിൽ സമരക്കാർ വന്ന് ജസ്റ്റ് ഒരു ഉന്തും തള്ളും ഉണ്ടാവും. ഇതൊക്കെ ഒരു നാടകമാണല്ലോ, അങ്ങനെ ഉന്തും തള്ളും ഉണ്ടാവും. കുറച്ച് പേര് ചാടി ഇപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കും. അപ്പോൾ 2-3 പേര് ചാടിയിട്ടുണ്ടെങ്കിൽ ആ 2-3 പേരെ പോലീസുകാർ പിടിക്കും. ബാക്കിയുള്ളവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകും. അപ്പോൾ അതൊരു സമര ഗേറ്റാണ്. യഥാർത്ഥത്തിൽ ആ സമര ഗേറ്റിലൂടെ മുഖ്യമന്ത്രിക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എളുപ്പത്തിലെത്താം. പക്ഷേ കുറച്ച് ചുറ്റിക്കറങ്ങിയാണ് വരുന്നത്. പിന്നെ വണ്ടിയിലായതുകൊണ്ട് അവർക്കതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ സമര ഗേറ്റ് അവിടെ തുറക്കാത്തത്. പക്ഷേ ഈ
കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, സ്മൃതി പരുത്തിക്കാട് മുതൽ നിരവധി മാധ്യമപ്രവർത്തകർ ഇന്ന് ഈ കഴിഞ്ഞ ഏഷ്യാനെറ്റ് അടക്കമുള്ള ആളുകളൊക്കെ ഇരുന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് മുഖ്യമന്ത്രി ചാർജ് എടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ സെക്രട്ടേറിയറ്റ് തുറന്നു കൊടുത്തു, നേരത്തെ അതായത് ഇരുമ്പ് കവാടം ഉപയോഗിച്ച് അടച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്ന അസംബന്ധങ്ങളും വിവരക്കേടുകളൊക്കെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ സെക്രട്ടേറിയറ്റിൽ ഈ കഴിഞ്ഞ 3 മാസം പോലെ നിരവധി തവണ ഞാൻ ചെന്നിട്ടുള്ള ഒരാളാണ്. ഒരു 50 തവണയെങ്കിലും കഴിഞ്ഞ കൊല്ലമോ അല്ലെങ്കിൽ അതിനു മുമ്പ് 2 കൊല്ലങ്ങൾക്കാൻ ചെന്നിട്ടുണ്ട്. ആ ചെന്ന സമയത്തൊന്നും തന്നെ ആരും തന്നെ അവിടെ തടയാനോ ഇരുമ്പ് ഗേറ്റുകളുടെ മറയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും ഞാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാതെയോ അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിക്കാതെ ഇരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് പോലും ഇപ്പം ചിലരൊക്കെ വിചാരിക്കുന്നത് ഞാനായതുകൊണ്ട് മാത്രമല്ല, എന്നെയൊക്കെ അങ്ങനെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് പോലും അല്ല, എൻ്റെ ഓഫീസിലുള്ളവരും ഞാനും ഒക്കെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി ചെന്നിട്ട് പോലും അവിടെ അത്തരത്തിലുള്ള തടയലുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ നോർത്ത് ഗേറ്റിനെ കുറിച്ച് തന്നെ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയും അതുപോലെ തന്നെ മറ്റു ചില ന്യൂസ് 18 കൊടുത്തിട്ടുള്ള വാർത്തകൾ തന്നെ കണ്ടു. കാരണം ഇതിനി മുതൽ സ്ഥിരമായി തുറന്നിടാൻ തീരുമാനിച്ചു എന്നാണ്. അത് അടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഒരു ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുമ്പോൾ തന്നെ സമരമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് അത് തുറന്നിട്ടേക്കും. പക്ഷേ അത് കഴിഞ്ഞ് സമരം ഉണ്ടാകുമ്പോൾ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെയാണ് അതെന്ത് ചെയ്യുന്നത്, അടച്ചിടാൻ തുടങ്ങുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ സമരങ്ങളൊക്കെ ഉണ്ടാവും, അടച്ചിടും. ഇടയ്ക്ക് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, സെക്രട്ടേറിയറ്റ് വളയൽ സമരം CPM നടത്തിയപ്പോൾ എല്ലാ ഗേറ്റും തന്നെ അടച്ചിട്ടിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അപനിർമ്മിതികൾ, ഒരു തെറ്റായ വാർത്തകളൊക്കെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ഗംഭീരമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വാഹന വ്യൂഹത്തെക്കുറിച്ചാണ്. ഈ വാഹന വ്യൂഹത്തെക്കുറിച്ചെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തവണ 2016 പിണറായി വിജയൻ അധികാരമേൽക്കുമ്പോഴും അദ്ദേഹത്തിന് വലിയ വാഹന വ്യൂഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് വാഹന വ്യൂഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ഞാനും വിമർശിച്ചിട്ടുള്ളതാണ്. ഞാനത് നേരിട്ട് കണ്ടതിന് ശേഷമാണ് വിമർശിച്ചിട്ടുള്ളത്. ഞാനിവിടെ നിന്ന് കോട്ടയത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം വന്നു കണ്ടപ്പോൾ ഞാനത് എണ്ണിയിരുന്നു. ഏതാണ്ട് 40-45ഓളം വരുന്ന കാറുകളുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാറുകളുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇൻ്റലിജൻസിൽ നിന്ന് വരുന്ന ചില രഹസ്യ റിപ്പോർട്ടുകളിലേക്ക് അടിസ്ഥാനത്തിൽ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ടാകുമ്പോൾ പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൂടിയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ ഇക്കനായനാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊന്നും ചെയ്തിട്ടില്ല. ജനങ്ങളാണ് എൻ്റെ ശക്തി, ജനങ്ങളാണ് എൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പം അത്തരത്തിലുള്ള കാലമല്ല. അത്യാവശ്യം സെക്യൂരിറ്റിയൊക്കെ മുഖ്യമന്ത്രിക്ക് വേണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എങ്കിൽ പോലും ഇത്രയും വണ്ടികളിലേക്ക് ആർഭാട ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട അടുത്ത വിഷയം എന്താ? ആ വിഷയം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു ആർഭാടവും വേണ്ട, അതുകൊണ്ട് ഇത്തരത്തിൽ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പുകഴ്ത്തൽ യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മീഡിയ വണ്ണും ഒക്കെ തുറക്കുമ്പോൾ അവിടെ VD സതീശനെ കുറിച്ചുള്ള ഭജന മാത്രമായി ആ ചാനലുകൾ അധപ്പതിക്കുമോ എന്നുള്ളതാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്നാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, റിപ്പോർട്ടർ TV മുമ്പിലേക്കെത്താൻ ഇനി അധിക നാളുകളില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഏഷ്യാനെറ്റൊക്കെ ഈ കാണിക്കുന്ന വേഷം കെട്ടുകളാണ് എന്നുള്ളത് പറഞ്ഞോട്ടെ. അവർ ഏതാണ്ട് ഒരു ഭജന സംഘമായി രൂപപ്പെടുകയും പിണറായി വിരുദ്ധതയുടെ ഹാങ് ഓവറിൽ നിന്ന് പുറത്തു കിടക്കാതിരിക്കുകയും ഈ പറയുന്ന ഇദ്ദേഹത്തെ പാടി പുകഴ്ത്തുകയും ചെയ്യുന്ന പണിയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. പിന്നെ മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് ഒരു വേറൊരു വിഷയമില്ല. പൂക്കി മുഖ്യമന്ത്രി, അതുപോലെ തന്നെ കണ്ണടച്ച് വിജയിച്ച സതീശൻ, അതുപോലെ സതീശൻ ഹരഹരോ എന്ന് പറയുന്ന പല വയലിനൊക്കെ ആയിട്ട് വന്ന് സതീശൻ 2 BGM വായിച്ചിട്ട് പോകുന്ന പണിയാണ് ഔട്ട് ഓഫ് ഫോക്കസിലൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാധ്യമ പ്രവർത്തനമാണല്ലോ എൻ്റെ ദൈവം ഇനി കാണേണ്ടി വരിക എന്നുള്ളത് ഓർത്ത് എനിക്ക് വലിയ സങ്കടമുണ്ട്. പക്ഷേ എന്താണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾക്കെതിരെ നമ്മൾ നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ടോപ്പിക്കുമായി ബന്ധമില്ലാത്തൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. അത് നമ്മൾ പുതിയൊരു ചാനൽ കൂടി തുടങ്ങുന്നുണ്ട്. നാളെ മുതൽ അതിൽ ഒരു പോഡ്കാസ്റ്റ് റിലീസ് ചെയ്യും. ഇതുപോലെയുള്ള തെറ്റായ വാർത്തകൾക്കെതിരെയുള്ള ഒരു ചെറിയ എഫേർട്ടാണത്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിൽ ഫിനാൻഷ്യലി സഹായം ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്യണം. കാരണം നമ്മളുടെ ഒരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറയുന്ന മെമ്പർഷിപ്പുകളുണ്ട്. നിങ്ങൾ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന എമൗണ്ടുകൾ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അതല്ല, നേരിട്ട് സഹായം ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടി ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു പോഡ്കാസ്റ്റിന് വേണ്ടി ഒരു പുതിയ ചാനൽ ആരംഭിക്കുന്നതിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ബിയോണ്ട് കോമൺ കോൺഷ്യസ്നെസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു പൊതുബോധങ്ങൾക്കും അപ്പുറമുള്ള സത്യങ്ങൾ നിങ്ങളോട് പറയണം എന്നുള്ളത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ വലിയ ചിലവേറിയ ഒരു കാര്യമാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ. ഇപ്പം തന്നെ ഒരു വലിയ സ്റ്റുഡിയോയിൽ വലിയ ക്വാളിറ്റിയിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അതൊരു തീർച്ചയായും നിങ്ങൾ കാണണം. 2021 അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ള പിണറായി വിജയൻ, അന്ന് ഓക്കിയെയും പ്രളയത്തെയും അതുപോലെ നിപ്പയെയും ഒക്കെ നേരിട്ടിട്ടുള്ള ഒരു പിണറായി വിജയൻ, കൊറോണയും നേരിട്ടിട്ടുള്ള ഒരു പിണറായി വിജയൻ, കരുതൽ മുഖ്യമന്ത്രിയായിരുന്ന ഒരു പിണറായി വിജയൻ, ക്യാപ്റ്റനായിരുന്ന ഒരു പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ഇമേജ് ഘട്ടം ഘട്ടമായി എങ്ങനെയാണ്
മാധ്യമങ്ങളും ചില രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഗൂഢാലോചനകളുടെ അടിസ്ഥാനത്തിൽ അത് തകർക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആ പോഡ്കാസ്റ്റിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിൻ്റെ പ്രമോ ഇപ്പോൾ ഈ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. അത് കാണാത്തവർ ഉറപ്പായിട്ടും തന്നെ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. നേരത്തെ പറഞ്ഞ മെമ്പർഷിപ്പ് എടുക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഏതാനും ചില വീഡിയോകൾ നിങ്ങൾക്ക് നേരത്തെ കാണാം എന്ന് മാത്രമേ ഉള്ളൂ. അതിനും അപ്പുറത്തേക്കുള്ള വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് പൊതുബോധങ്ങൾക്കുമപ്പുറവും അത് നിർമ്മിക്കുന്ന സാറ്റലൈറ്റ് ചാനലുകളും പത്രങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഒക്കെ ചേർന്ന് നിർമ്മിക്കുന്ന അപനിർമ്മിതികൾക്കെതിരെയുള്ള തെറ്റായ നിർമ്മിതികൾക്കെതിരെയുള്ള ഒരു ഫൈറ്റ് കൂടിയാണ് ഈ ചാനൽ. ആ ചാനൽ നിലനിർത്താനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളത് ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ. അതുകൊണ്ട് ഇനി അങ്ങനെ ഫിനാൻഷ്യലി ഒന്നും സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോകൾ കണ്ടുകൊണ്ട് അതിൻ്റെ താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് കൂടി നമ്മളോട് ഇൻട്രാക്ട് ചെയ്യണമെന്ന് ഞാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു. അതൊരു വലിയ പോഡ്കാസ്റ്റാണ്. ആ പോഡ്കാസ്റ്റ് നിങ്ങൾ സമയം കണ്ടെത്തി തന്നെ കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.